സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് BJP-യിലുള്ള അല്ലെങ്കിൽ സംഘപരിവാറിലുള്ള ഒരു അണ്ണനെ പറ്റിയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഉപയോഗിച്ച് വർഗീയ പരാമർശം നടത്തിയ BJP നേതാവ് ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകി KSU. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ പരാമർശം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളും ഇയാൾ പറയുകയുണ്ടായി. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ഹിന്ദു MLA വരണം. വിവാദ പരാമർശമായി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ഗുരുവായൂരിൽ ഹിന്ദു MLA വരണം. ആരാണ്? ഹിന്ദു MLA. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരാണ് വരേണ്ടത്? ഹിന്ദു MLA. എന്തുകൊണ്ടാണ് ഹിന്ദു MLA വരേണ്ടത്? ഗുരുവായൂരിൽ ബാക്കിയുള്ളവരൊക്കെ മുസ്ലിംസും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട MLA-മാരാണോ ഇപ്പോൾ ഉള്ളത്? ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആൾ പറഞ്ഞത് ഒരു ഹിന്ദു MLA ഗുരുവായൂരിൽ വരണം. കാരണം ഗുരുവായൂരിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഗുരുവായൂരിലുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഹിന്ദു MLA വന്നെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയെ പറ്റി ചർച്ച ചെയ്യട്ടെ. ഏത് വീഡിയോ ആണ്? നമ്മുടെ സംഘികളുടെ മടയിലേക്ക് കയറി ചെന്നുകൊണ്ട് സംഘികൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കയറി ചെന്നുകൊണ്ട് അവരുടെ എല്ലാവരുടെയും അണ്ണാക്കിലും അന്നനാളത്തിലും ഒക്കെ നിറയൊഴിച്ച ഒരു പെൺപുലിയെ പറ്റി അല്ലേ? അതെ, നീനു എന്ന് പറയുന്ന ആ ഒരു ഇടതുപക്ഷത്തിൻ്റെ അനുഭാവിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ട്. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വെറുതെ പറഞ്ഞു വിടാൻ പറ്റില്ല. ഒരു പെൺപുലി തന്നെയാണ് ആൾ. നമുക്കറിയാം വേടൻ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ അനീതിക്കെതിരെ പോരാടിയതുപോലെ തന്നെ വേടൻ ഉപയോഗിച്ചത് റാപ്പാണ്. അതേസമയം ഈ പെൺകുട്ടി ഇവിടെ ഉപയോഗിക്കുന്നത് കുറേ അധികം വാക്കുകളും കുറേ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മുൻപിൽ കണ്ടിട്ടുള്ള തെളിവുകളുമൊക്കെയാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. ആ പെൺകുട്ടി അത്രയും ആണുങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ അതിശക്തമായിട്ട് തന്നെ എതിർത്തുകൊണ്ട് അല്ലെ പ്രതികരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കണ്ടത്. പെൺകുട്ടി അത്ര ശക്തമായിട്ട് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അത്രമാത്രം ഒരു ഗട്ട്സ് ഉണ്ടെന്നുള്ളൊരു കാര്യവും നമുക്കറിയാം. കേവലം ഒരു പെൺകുട്ടിയല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ധീരയായിട്ടുള്ളൊരു വനിത തന്നെയാണ് ആ ഒരു ഉശിരുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി അത്രയും ശക്തമായിട്ട് അവന്മാരുടെയൊക്കെ മുഖത്തടിച്ചതുപോലെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇതിനെപ്പറ്റിയുള്ള ദീർഘവീക്ഷണം അത് നമ്മുടെ ഈ നാട്ടിലെ പല ആളുകൾക്കും ഇല്ലാതെയായിപ്പോയി. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള പ്രായമുള്ള അല്ലെങ്കിൽ മറ്റുള്ള സിനിമാ മേഖലകളിലുള്ള പല ആളുകൾക്കും ഇല്ലാത്തൊരു വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ വിവരമാണ് അല്ലെങ്കിൽ ഒരു അറിവാണ് ആ പെൺകുട്ടിക്കുള്ളത്. അത്രയും നല്ല രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ? ഞാൻ എന്തായാലും ആ പെൺകുട്ടി പറഞ്ഞ വീഡിയോ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതിന് മുൻപ് ഈ ഗുരുവായൂരിലെ ആ ഒരു വിവാദ പരാമർശവുമായിട്ട് ഗോപാലകൃഷ്ണൻ വന്നതിന്റെ ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കൊടുങ്ങല്ലൂർ അമ്മ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണോ? സത്യം പറഞ്ഞാൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. കാരണം കൊടുങ്ങല്ലൂരിൽ 6 മാസമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ എന്റെ ഒരു നിയോഗമായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു നിയോഗമായിട്ടായിരിക്കാം ഗുരുവായൂർക്ക് വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഗുരുവായൂർക്ക് വരേണ്ട കാര്യമില്ല. വേറെ എത്ര സ്ഥലമുണ്ട് കേരളത്തിലെ ഏത് സ്ഥലത്ത് മത്സരിക്കാനും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് ഞാൻ. സ്റ്റേറ്റിന്റെ വൈസ് പ്രസിഡന്റ്. ഒരു അർജുനായിട്ടാണ് പോകുന്നത്. അർജുനാണോ, നകുലനാണോ, സഹദേവനാണോ, ഭീമനാണോ, അതൊക്കെ വേറെ വിഷയം. ഒരു ആ അടിസ്ഥാനപരമായ ഒരു വിഷയമുണ്ട്, ഗുരുവായൂരിന്റെ മണ്ണ് വീണ്ടെടുക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് 50 വർഷമായിട്ട്, 1/2 നൂറ്റാണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഇല്ലാത്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കേരളം നമ്മളിത് ഏത് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഗുരുവായൂരിൽ എന്തുകൊണ്ടാണ് ഹിന്ദു MLA ഇല്ലാത്തതെന്നാണ് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്. ഞാൻ അതിന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? ഇന്നും ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഈ ക്ഷൈത്രർ, വൈശ്യർ, ശൂദ്രർ അല്ലെങ്കിൽ ദളിതർ എന്നൊക്കെ പറയുന്ന ഒരു ശ്രേണി ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. അത് ആരുടെ ഉള്ളിലാണ് നിലനിൽക്കുന്നത്? NDA പോലെയുള്ള ഈ സംഘപരിവാർ പോലെയുള്ള ഈ സംഘമിത്രങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് ഈ ചിന്താഗതികളുള്ളത്. എല്ലാ ആളുകളും മതേതരനായിട്ട് ജീവിക്കുന്ന നല്ലൊരു മതേതരത്വമുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഈ പറയുന്ന ജാതിയുടെയും മതത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ വിത്ത് പാകിക്കൊണ്ട് ഈ സംഘികൾ, ഗോമൂത്ര സംഘികൾ എന്ന് തന്നെ വിളിക്കണം, ചാണകത്തിനും കുറച്ച് പവിത്രതയുണ്ട്, ഗോമൂത്ര സംഘികൾ മെഴുകുന്ന മെഴുകലുകൾ ഏതൊക്കെ തലങ്ങളിലേക്കാണ് പോകുന്നത്? എന്തുകൊണ്ടാണ് 50 വർഷമായിട്ട് ഇവിടെ ഒരു ഹിന്ദു MLA ഇല്ലാത്തത്? ഗുരുവായൂരിൻ്റെ മണ്ണ് ഞാൻ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഗുരുവായൂരിൻ്റെ ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ഗുരുവായൂരിൻ്റെ ആ ഒരു പ്രവൃത്തികൾ എനിക്ക് വീണ്ടെടുക്കണം. ഗുരുവായൂർ എന്ന പേരെനിക്ക് വലിയ രീതിയിൽ ആക്കിയെടുക്കണം. എനിക്ക് എവിടെ നിന്നാലും ജയിക്കാൻ പറ്റും. എന്നെ എല്ലാ ആളുകൾക്കും അറിയാം. ഇതുപോലെ ഒരു ആഭാസത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അണ്ണനെ എല്ലാ ആളുകൾക്കും അറിയാം കേട്ടോ. ഇങ്ങനെ തൂളത്തരം കാണിക്കുന്ന അല്ലിൻ ജോസ് പെരേര, ആറാട്ടാണ്, ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ എല്ലാവർക്കും അറിയാം കേട്ടോ. അല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ സംഭവമൊന്നും അല്ല താനൊന്നും. തന്നെ അറിയാത്ത എത്രയോ ആളുകൾ ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് താനിപ്പോൾ പറയുന്നത് ഞാൻ എവിടെ നിന്നാലും ജയിക്കും, ഞാൻ എല്ലാ ആളുകൾക്കും എന്നെ അറിയാം.
അവിടെ നിന്ന് ജയിച്ചൊന്ന് കാണിച്ചു തരണം. ഈ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്വേഷപരമായിട്ടുള്ള പല രീതിയിലുള്ള പരാമർശങ്ങളും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അഹോരാത്രം പണിയെടുക്കുന്ന ഒരു സംഘിപുത്രൻ. അതാണ് ഈ ബി ഗോപാലകൃഷ്ണൻ. അത്ര വിളികളെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങളെ ആ പെൺകുട്ടിയുടെ വീഡിയോ ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരാം. നീനു എന്ന് പറയുന്ന ആ ഒരു ഇരട്ടച്ചങ്കുള്ള അല്ലെങ്കിൽ ആ ഒരു സഖാവ്, അല്ലെങ്കിൽ നമുക്ക് മറ്റ് പല പേരുകളിലും വിളിക്കാം. സംഗി ചാനലിൽ സംഘിവധം എന്ന് പറഞ്ഞുകൊണ്ട് സനീഷ് എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഒരുപാട് ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടതാണ്. ഞാനും ഓൾറെഡി ഷെയർ ചെയ്തതാണ്. അതിൻ്റെ വേറൊരു ഭാഗം BGM ഒക്കെ കയറ്റിയൊരു വീഡിയോ ഉണ്ട്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള വീഡിയോ. അതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, കൊണഗീതമായിട്ട് അമ്പലത്തിലേക്ക് വന്നാൽ അടിച്ച് ഭിത്തിയിലൊട്ടിക്കും, അതൊക്കെ അങ്ങ് ശാഖയിൽ മതി. ആ പെൺകുട്ടി പറഞ്ഞ അത് തന്നെയാണ്. ഗണഗീതം നമ്മുടെ ഈ കേരളത്തിലെ പലയിടങ്ങളിലും ഗണഗീതം ആലപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനിലൊക്കെ ഗണഗീതം ആലപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപി അടക്കം ഉന്നതകുല ജാതനടക്കം ഗണഗീതവും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഈ ഗണഗണ കൊണഗണ എന്തുവാണെങ്കിലും നമുക്കിതൊന്നും വലിയ ബാധിക്കുന്ന കാര്യങ്ങളല്ല. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ അവരുടെ സ്വൈര്യ ജീവിതമാണ്. അവരുടെ നിലപാടുകൾക്കും അവരുടെ വ്യക്തിത്വത്തിനും അവരുടെ അഭിപ്രായങ്ങൾക്കും വാല്യൂ നൽകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ആവശ്യം. കേരളത്തിലെ ജനങ്ങളല്ല, എല്ലാ ആളുകൾക്കും അതാണ് ആവശ്യം. അടിച്ചമർത്തലുകളില്ലാതെ ഈ എല്ലാ ആളുകളും സഹോദരി സഹോദരന്മാരെ പോലെ കണ്ട് എല്ലാ ആളുകൾക്കിടയിലും ഒരു മതത്തിൻ്റെയോ മറ്റ് ഒരു അതിർവരമ്പുകളും ഇല്ലാതെ ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം, മമ്മൂക്ക പറയുന്നത് പോലെ. അപ്പം അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വിദ്വേഷത്തിൻ്റെ വിത്ത് പാകാനായിട്ട് ഇത്തരത്തിലുള്ള വിഷവിത്തുകൾ വരുമ്പോൾ അവരെ നമ്മൾ അങ്ങനെ പാകിക്കാനായിട്ട് ശ്രമിക്കണോ? അവർക്ക് മെഴുകാനുള്ളൊരു മണ്ണ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. ഈ സൈഡിൽ നോക്കിയോ. ഭരണഘടനാപരമായിട്ട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലെ ദേശീയഗാനമാണോ നിങ്ങൾ പറഞ്ഞു? ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് സേനാനികൾ എൻ്റെ പൊന്നെ, ഈ നാട്ടിലെ ധീര യോദ്ധാക്കന്മാർ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെയൊക്കെ ചോര ഒഴുക്കി അല്ലെങ്കിൽ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു കേരളം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു രാജ്യം, അവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഈ കൊണഗീതം ഒന്നും പാടിക്കേണ്ട ആവശ്യകതയില്ല. അങ്ങനെയുള്ളിടത്ത് ഇവിടെ ഒരു ദേശീയ ഗാനമുണ്ട്. ജനഗണമന എന്നൊക്കെ തുടങ്ങുന്ന ഒരു ദേശീയ ഗാനം നമുക്കുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു ദേശീയ ഗാനം ഉള്ളിടത്ത് ഈ ഗണഗീതം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ കൊണഗീതം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരേണ്ട ആവശ്യകതയില്ല. അതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശാഖയിൽ പഠിപ്പിച്ചാൽ മതിയെന്ന് ഒരു പെണ്ണ് പറയുകയാണ്. നിങ്ങൾ ഓർക്കണം, ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ പറയും പെൺകുട്ടിക്ക് എന്താണെന്നും പറയാൻ പറ്റില്ല, പെൺകുട്ടിക്ക് എന്താ നിങ്ങൾ ഇത്ര ഫ്രീഡം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയും. പെൺകുട്ടിക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല എന്നല്ല, അത്രയും ആണുങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, അതിൻ്റെ ഗട്ട്സ് ഒന്ന് വേറെ തന്നെയാണ്. ഇടതുപക്ഷത്തിൽ വന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഗട്ട്സ് കിട്ടിയിരിക്കുക. ആയിരിക്കണമെന്നല്ല, അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ആ പെൺകുട്ടിക്ക് അത് പറയാനും അവിടെ ഈ പറയുന്ന സംഘികളുടെ എല്ലാം മുഖത്ത് നോക്കി ഈ രീതിയിൽ സംസാരിക്കാനും ഒക്കെ ധൈര്യം കിട്ടിയിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോയുടെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അവിടെ ഈ സംഘികളുടെ വലിയ മെഴുകലുകൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ഇവർക്കെതിരെ പ്രതികരിച്ചു. ആ പ്രതികരണത്തിന്റെ ഒരു വീഡിയോ. ആരോഗ്യ മേഖല വളരെ മാതൃകാപരമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ? പിണറായി എന്തിനാ അമേരിക്കയിലോട്ട് പോകുന്നത്? ചികിത്സ നേടാൻ കേരളത്തിനകത്ത് ഇവിടെ എല്ലാം നമ്പർ 1 ആണെങ്കിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ടെക്നോളജികൾ വികസിക്കുന്ന അനുസരിച്ച് സ്വാഭാവികമായിട്ടും തേടത്തില്ലേ? സോണിയാഗാന്ധി പോയില്ലേ ചികിത്സയ്ക്ക്? AK അങ്ങനെ പോയില്ലേ ചികിത്സ തേടാൻ? അതുപോലെയാണോ പിണറായി പോകുന്നത്? അമിത്ഷാ പോയില്ലേ ചികിത്സയ്ക്ക് തേടാൻ വേണ്ടി വിദേശത്ത്? പിണറായി വിജയൻ പോകുന്നതിന് മാത്രമാണ് ആക്ഷേപിക്കുന്നത്. പക്ഷേ അമേരിക്കൻ സാമ്രാജ്യത്തെ കുറ്റം പറയാറില്ല. യെസ്, ഈ ആയുഷ്മാൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാത്തത് അതിന് എല്ലാവരുടെയും ഇത് അഭിപ്രായം. അത് മാത്രമല്ല, അദ്ദേഹം 1 മിനിറ്റ് അതേ കാർഷിക പ്രശ്നമാണ് ഉന്നയിച്ചത്. അറിയണ്ടേ? അതേ മറുപടി പറയണ്ടേ? നിങ്ങൾ ചോദ്യം മാത്രം ചോദിച്ചാൽ മറുപടി വേണ്ടേ? ഞാനൊരു കാര്യം, ഒരു മിനിറ്റ് ഇല്ല മാന്യമായി നടത്തണം കേട്ടോ. പരിപാടി നിങ്ങൾ മാന്യമായി നടത്താനാണെങ്കിൽ മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് ആ പെൺകുട്ടി അവിടെ ഉശിരുള്ളൊരു വനിത എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്ത് പറഞ്ഞാലും അടിയും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു കൂട്ടം ഗുണ്ടകളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് സംഘികൾ. അവർ പറയുമ്പോൾ ആർപ്പ് വിളിക്കാനും അവർ പറയുമ്പോൾ കൈയടിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ പിടിച്ച് നിർത്തിയിരിക്കുന്ന സംഘികൾക്കിടയിൽ അവിടെ നിന്നുകൊണ്ട് ആ രീതിയിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിക്കാൻ, നിങ്ങളുടെ ഗണഗീതം പഠിപ്പിക്കാനായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് പോയി നിങ്ങളുടെ ശാഖയിലും അവിടെ പോയി പഠിപ്പിച്ചോണം. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് പറയാനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ഗട്ട്സ് തന്നെയാണ്. ഒരുത്തനും അതിന് മുകളിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിന് മുകളിൽ ഒരുത്തനും മിണ്ടാൻ ഒന്നുമില്ല. കാരണം ആ പെൺകുട്ടി ഓരോന്ന് കാര്യങ്ങളും പോയിന്റായിട്ട് പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള BJPയുടെ അല്ലെങ്കിൽ സംഘികളുടെ പുത്രനുമായിട്ടുള്ള ഈ ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ, രാജീവ് ചന്ദ്രശേഖരൻ വലിയ രീതിയിൽ മെഴുകിയതാണ്. അതായത് ഈ പറയുന്ന ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് വിളിക്കാനായിട്ട് നമ്മുടെ ദേശീയപാത അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ വിളിക്കാനായിട്ട് അവർക്ക് താല്പര്യം കാണിക്കാത്തതിൻ്റെ ഒരു കാര്യം. മരുമകനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ, അമ്മായിച്ചനെ വിളിച്ചാൽ പോരെ എന്നാണ് അവൻ പറഞ്ഞത്. എന്ത് യോഗ്യതയാണ്! എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നരേന്ദ്രമോദി എത്തുന്നുണ്ടെങ്കിൽ ആദ്യത്തെ വണ്ടി വിളിച്ച് ആദ്യത്തെ സീറ്റ് പിടിക്കാനായിട്ട് ഓടി അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ കുമ്മൻ അടിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ. നമുക്കറിയാം ഈ സമരത്തിൻ്റെയൊക്കെ സമയത്ത് നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കും, നിങ്ങളെല്ലാവരും സമരം ചെയ്തിട്ടുണ്ടാവും, ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ സമരത്തിനൊക്കെ പോയിട്ട് നമ്മളെല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നമ്മൾ സമരം ചെയ്യാനും ആടി ഉണ്ടാക്കാനും പിടിക്കാനും എല്ലാത്തിനും കാണും. എന്നാൽ ഫോട്ടോ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലോ ഒക്കെ വരുമ്പോൾ അവിടെ ഒരാളുണ്ടാവും, ഒരു ചങ്ക് അവിടെ മുന്നിൽ കാണും. അതാരായിരിക്കും? ഇതിനൊന്നും പങ്കെടുക്കാതെ എല്ലാത്തിൻ്റെയും പുറകിലിരുന്നുകൊണ്ട് ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചങ്കായിരിക്കും അതിനെ മുന്നിൽ നിൽക്കുക. അതായത് ഒന്നിനും വരാതെ എല്ലാം കഴിയുമ്പോൾ മാസ് കാണിക്കാൻ വേണ്ടിയിട്ടും 5-6 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും വരുന്ന ഒരു കുമ്മനടിക്കാരൻ എന്ന് പറയുന്ന പോലെയാണ് റിയൽ ലൈഫിൽ ഒരു കുമ്മനടിക്കാരൻ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഒരു കുമ്മനടിക്കാരനാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. എന്തുണ്ടായാലും ആദ്യം അവിടെ പോയിരുന്നുകൊണ്ട് അതിൻ്റെ കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് വിഴുങ്ങാനായിട്ടിരിക്കുന്ന ഒരു ചന്ദ്രശേഖരൻ മോൻ. അപ്പോൾ ഇവൻ മുഹമ്മദ് റിയാസിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമൊക്കെ കണ്ടു. അതും ആ പെൺകുട്ടി അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഈ പൊതുമരാമത്ത് വകുപ്പിനെ വിളിക്കാതെ അവഹേളിച്ചത് കൊണ്ട് എന്ത് വൃത്തികെട്ട അല്ലെ എന്ത് ലാഭമാണ് നിങ്ങൾക്ക് ഉണ്ടായത്, അല്ലെ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പെൺകുട്ടി ചോദിക്കുമ്പോൾ മറുപടിയില്ല. അവതാരകനായിട്ടുള്ള സംഗീപുത്രനായിട്ടുള്ള അനിൽ നമ്പ്യാർക്ക് പോലും മറുപടിയില്ല. അനിൽ നമ്പ്യാറിൻ്റെ ചരിത്രം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവനെപ്പറ്റി എല്ലാ ആളുകൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളും അറിയാം. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല. എന്തായാലും സംഘികൾക്ക് വല്ലാത്തൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. വഴിനീളം പോയിട്ട് വലിയ രീതിയിൽ പത്രസമ്മേളനം അല്ലെങ്കിൽ സംവാദ പരിപാടി നടത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അത് അടപടലം മൂഞ്ചി നല്ല രീതിയിൽ അവരുടെ തട്ടകത്തിൽ കയറി തന്നെ 8ൻ്റെ പണി കൊടുത്ത ആ ഒരു ധീര വനിതയെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഇവന്മാരുടെ വിദ്വേഷ പരാമർശങ്ങളും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നതെന്നുള്ള ആ ഒരു ക്രെഡിറ്റ് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് വിഴുങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന രീതിയുമൊക്കെ ഇവിടെ നമ്മൾ വീണ്ടും കാണുകയാണ്. ഇവിടെ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഇവന്മാരെ ഇനിയും ജയിപ്പിക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഞാനിതൊരു ക്യാമ്പയിൻ ഒന്നും നടത്തുന്നതല്ല, പക്ഷേ നമുക്ക് സ്വാതന്ത്ര്യം വേണം. സംസാരിക്കുമ്പോൾ നമ്മളെ വിലങ്ങിടാത്ത, വിരൽ ചൂണ്ടുമ്പോൾ നമ്മളെ വിലങ്ങണിയിക്കാത്ത, എന്തെങ്കിലും പറഞ്ഞു വന്നതിൻ്റെ പേര് തൂക്കി കൊല്ലാത്ത, ജയിലിൽ അടയ്ക്കാത്ത അങ്ങനെയുള്ളൊരു രാഷ്ട്രീയം നമുക്ക് വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചാണകം ഉണ്ടാവാൻ പാടില്ല. ചാണകമെന്നല്ല, അവരെ പോലെയുള്ള ഈ രീതിയിൽ ചിന്താഗതികളുള്ള ആരും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നോക്കിയും കണ്ടുമൊക്കെ വോട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.